നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 27-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. 2026 മാർച്ച് 26, 27 തീയതികളിൽ കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലൊക്കെ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ട്. ഇത് സാധാരണ താപനിലയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. ഉയർന്ന താപനിലയോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൽ ഈർപ്പത്തിൻ്റെ അളവ് കൂടുന്നതിനാൽ തന്നെ മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ കടുത്ത അസ്വസ്ഥതയ്ക്കും അതോടൊപ്പം തന്നെ ചൂടിനും സാധ്യതയുണ്ട്. മാർച്ച് 26 മുതൽ 27 വരെ നീണ്ടു നിൽക്കുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുത്തുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർജ്ജലീകരണം ഒഴിവാക്കാനായിട്ട് ധാരാളം വെള്ളം കുടിക്കാനും ഉച്ചസമയത്തെ നേരിട്ടുള്ള വെയിൽ ഒഴിവാക്കാനും ആരോഗ്യ വിദഗ്ധർ ഉപദേശിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസമായി സർക്കാരിൻ്റെ പുതിയ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. വിവിധ ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിൽ കുമിഞ്ഞുകൂടിയ ട്രാഫിക് പിഴകളൊക്കെ തന്നെ പകുതി തുക നൽകിക്കൊണ്ട് തീർപ്പാക്കാൻ 50% ഇളവിന് ഇതോടെ അവസരമൊരുങ്ങുകയാണ്. കാലങ്ങളായിട്ട് അടയ്ക്കാതെ കിടക്കുന്ന പിഴ തുകകളൊക്കെ തന്നെ ഈടാക്കുന്നതിനും അതോടൊപ്പം തന്നെ കോടതികളിലെ കേസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനുമായിട്ടാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരമൊരു പദ്ധതിക്ക് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. AI ക്യാമറകൾ വഴിയും ട്രാഫിക് പോലീസിൻ്റെയൊക്കെ തന്നെ നേരിട്ടുള്ള പരിശോധനകൾ വഴിയും ചുമത്തപ്പെട്ട പിഴകൾക്ക് ഈ ഇളവ് ബാധകമായിരിക്കും. അമിത വേഗത, ഹെൽമെറ്റ് ധരിക്കാതിരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, സിഗ്നൽ ലംഘനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ലഭിച്ച ചെല്ലാനുകൾ പകുതി തുക അടച്ചുകൊണ്ട് തീർപ്പാക്കാം. എന്നാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ മാരകമായിട്ടുള്ള അപകടങ്ങൾ വരുത്തുകയോ ചെയ്ത കേസുകൾക്ക് ഈ ഒരു ഇളവ് അത് ബാധകമായിരിക്കുകയില്ല എന്നും അറിയിപ്പുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ പാചകവാതക വിതരണ ശൃംഖലയിൽ വിപ്ലവകരമായിട്ടുള്ള പരിഷ്കാരവുമായിട്ട് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പൈപ്പ് ലൈൻ ഗ്യാസ് ലഭ്യമാക്കുന്ന പ്രദേശങ്ങളിൽ ഉപഭോക്താക്കൾ നിർബന്ധമായിട്ടും ആ സേവനത്തിലേക്ക് മാറണമെന്നും അല്ലാത്ത പക്ഷം നിലവിലെ LPG സിലിണ്ടർ വിതരണം നിർത്തലാക്കുമെന്നുമാണ് സർക്കാർ ഉത്തരവ്. ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ വിതരണ ശൃംഖല ലഘൂകരിക്കുന്നതിനുമായിട്ട് പുറപ്പെടുവിച്ച പ്രകൃതിവാതക പെട്രോളിയം ഉൽപ്പന്ന വിതരണ ഉത്തരവ് 2026 ഈ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ഗ്യാസ് പൈപ്പ് ലൈൻ സൗകര്യം ലഭ്യമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായിട്ടും PNG കണക്ഷനിലേക്ക് മാറണമെന്നും അല്ലാത്ത പക്ഷം അവരുടെ LPG കണക്ഷൻ റദ്ദാക്കുമെന്നുമാണ് സർക്കാർ മുന്നറിയിപ്പ്. ഉത്തരവ് പ്രകാരം പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ തടയാനായിട്ട് ഇനി മുതൽ ഹൗസിംഗ് സൊസൈറ്റികൾക്കോ അല്ലെങ്കിൽ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനുകൾക്കോ കഴിയില്ല. ഇത് സംബന്ധിച്ച് സർക്കാർ കർശനമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതാണ്. യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായിട്ട് PNG വിതരണം വേഗത്തിലാക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. പുതിയ സാഹചര്യത്തിൽ 2,25,000-ഓളം പേരാണ് പുതുതായിട്ട് PNG കണക്ഷൻ എടുത്തത്. രാജ്യത്തെ LPG ആവശ്യകതയുടെ 90%വും ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത്. നിലവിലെ യുദ്ധ സാഹചര്യം നീണ്ടുപോയാൽ ഇറക്കുമതിയെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നതിനാലാണ് പ്രകൃതിവാതകത്തിലേക്ക് മാറാനായിട്ട് സർക്കാർ ജനങ്ങളോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ വ്യാജ പ്രചരണങ്ങളിലൊക്കെ തന്നെ വിശ്വസിക്കരുതെന്നും LPG ഉൽപ്പാദനം പൂർണ്ണതോതിൽ നടക്കുന്നുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് വിദ്യാസമോന്നതി മാർഗദീപം സ്കോളർഷിപ്പുകളുടെ വിതരണ നടപടികൾ നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. വിദ്യാസമോന്നതി സ്കോളർഷിപ്പിന് ആവശ്യമായ ഫണ്ട് സർക്കാർ ധനവകുപ്പിൽ നിന്നും റിലീസ് ചെയ്ത സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് വെബ്സൈറ്റിലെ ബെനഫിഷ്യറി സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ വഴി നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ ആ ഒരു സ്ഥിതി അത് പരിശോധിക്കാവുന്നതാണ്. 2024-25 കാലയളവിലെ വിവരങ്ങൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2025-26 അക്കാദമിക വർഷത്തെ പുതിയ ലിസ്റ്റും ഉടൻ തന്നെ ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായിട്ടുള്ള മാർഗദീപം സ്കോളർഷിപ്പിൻ്റെ ആധാർ അധിഷ്ഠിത സ്റ്റാറ്റസ് പരിശോധിച്ച് നിങ്ങളുടെ അപേക്ഷ സെലക്ട് ആയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. തുക വിതരണം ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ജോയിൻ്റ് അക്കൗണ്ടുകൾ അത് ആക്റ്റീവ് ആണെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ആധാർ കാർഡിലെ വിവരങ്ങളൊക്കെ തന്നെ തിരുത്തുന്നതിനും അതോടൊപ്പം തന്നെ പുതുക്കുന്നതിനും നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ആധാർ കാർഡിലെ പേര് മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പുതിയ നിയമപ്രകാരം ഒരാൾക്ക് തൻ്റെ ജീവിത കാലയളവിൽ 2 തവണ മാത്രമേ ഇനി പേര് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടാതെ ജനനത്തീയതി തിരുത്താനായിട്ട് ഒരു തവണ മാത്രമേ ഇനി അവസരം ലഭിക്കുകയുള്ളൂ എന്നും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്.
എന്നാൽ വിലാസം അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിലവിൽ നിയന്ത്രണങ്ങളില്ല. തെറ്റായിട്ടുള്ള വിവരങ്ങൾ ആവർത്തിച്ച് മാറ്റുന്നതും അതുപോലെ ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ തടയുന്നതിനായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരം കർശന നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആധാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ആക്കിക്കൊണ്ട് മാറ്റുന്നതിനായിട്ട് പുതിയ ആധാർ മൊബൈൽ ആപ്പും സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. വിവരങ്ങൾ മാറ്റുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജനനത്തീയതി തിരുത്തുന്നതിനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. വിലാസം മാറ്റുന്നതിനായിട്ട് വോട്ടർ ID, അതോടൊപ്പം തന്നെ വൈദ്യുതി ബില്ല്, ഗ്യാസ് ബില്ല് തുടങ്ങിയ രേഖകളോ അതുപോലെ പാസ്പോർട്ട് പോലെയുള്ള തിരിച്ചറിയൽ രേഖകളോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മൊബൈൽ നമ്പർ വഴിയും വിലാസം പുതുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് മാസത്തെ ധനസഹായം ഇതുവരെ ലഭിക്കാത്തവർ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇത്തവണ 2 ഗഡുക്കൾ ഒരുമിച്ചായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക. അതായത് ഈസ്റ്റർ, വിഷു ഒക്കെ പ്രമാണിച്ച് ആനുകൂല്യ വിതരണം സർക്കാർ നേരത്തെയാക്കിയിരിക്കുകയാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള 4000 രൂപ, അത് 2 ഗഡുക്കൾ 2000 വീതം ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനാണ് ഈ ഒരു സമയക്രമീകരണത്തിൽ മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിലെ അറിയിപ്പ് പ്രകാരം മാർച്ച് 31-ാം തീയതിയോടെ തുക വിതരണം ആരംഭിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും അതോടൊപ്പം തന്നെ കൈകളിലേക്ക് നേരിട്ടും തുക ഗുണഭോക്താക്കളിലേക്ക് സുരക്ഷിതമായി തന്നെ എത്തിച്ചേരുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, അത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുള്ള ആനുകൂല്യത്തിൻ്റെ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. 5 ഗഡുക്കളായിട്ട് ഏകദേശം 8000 രൂപയോളം വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ അടുത്ത ആഴ്ചയോടെ 1 ഗഡു കൂടി അനുവദിക്കുന്നതോടെ ആകെ കുടിശ്ശിക 6 ഗഡുക്കൾ തീർപ്പാക്കുന്നതാണ്. ഇതോടെ ഗുണഭോക്താക്കൾക്ക് ഏകദേശം 9600 രൂപ ലഭിക്കും. ഏറെ നാളായിട്ട് കുടിശ്ശിക നിലനിന്നിരുന്ന ഈ ബോർഡിൽ പെൻഷൻ വിതരണവും കുടിശ്ശികയും എല്ലാം തന്നെ ഇപ്പോൾ പുനരാരംഭിക്കുന്നത് വലിയൊരു ആശ്വാസമാണ്. സർക്കാർ വായ്പയെടുത്ത 50 കോടി രൂപയും മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് സമാഹരിച്ച 335 കോടി രൂപയും വിനിയോഗിച്ചാണ് നിലവിൽ ഈ ഒരു പെൻഷൻ്റെ വിതരണം ഇപ്പോൾ സർക്കാർ പൂർത്തിയാക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളോടനുബന്ധിച്ചുകൊണ്ട് സപ്ലൈകോ വഴി ആകർഷകമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴിയുള്ള മാർച്ച് മാസത്തിലെ വിതരണവും ഇപ്പോൾ സജീവമായി തന്നെ തുടരുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സപ്ലൈകോ വഴി ലഭിക്കുന്ന വിഷു കിറ്റിനെ സംബന്ധിച്ചുള്ള അറിയിപ്പാണ്. 1 കിലോ പഞ്ചസാര, അതോടൊപ്പം തന്നെ 1/2 കിലോ വീതം ചെറുപയർ, വൻപയർ, കടല, ശർക്കരപ്പൊടി, ശബരിയുടെ പായസ മിക്സ്, പായസക്കൂട്ട്, നെയ്യ്, ജീരകം, കടുക്, പുട്ടുപൊടി, ഉപ്പുപൊടി, ചിക്കൻ മസാല, ഗരം മസാല, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം ചായപ്പൊടി എന്നിങ്ങനെ 16 ഇനങ്ങൾ അടങ്ങിയതാണ് ഇത്തവണത്തെ വിഷു കിറ്റ്. ഏകദേശം 1250 രൂപ വില വരുന്ന ഈ കിറ്റ് എല്ലാ കാർഡ് ഉടമകൾക്കും 1001 രൂപയ്ക്ക് ഏപ്രിൽ 1 മുതൽ സപ്ലൈകോ വഴി ലഭ്യമാകുന്നതാണ്. കൂടാതെ സപ്ലൈകോയിൽ നിന്നും 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്കായിട്ട് വിഷു കൈനീട്ടം എന്ന പേരിൽ സവിശേഷമായിട്ടുള്ള ഒരു കൂപ്പൺ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന 101 രൂപയുടെ ഇളവ് ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ, അതായത് മെഡിക്കൽ സ്റ്റോറുകൾ, പെട്രോൾ പമ്പുകൾ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. മാർച്ച് 26-ാം തീയതി വ്യാഴാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് സ്വർണ്ണവിലയിൽ ഇരട്ട ഇടിവ് രേഖപ്പെടുത്തി. 2 തവണയായിട്ട് ഗ്രാമിന് 275 രൂപയും പവന് 2200 രൂപയുമാണ് കുറഞ്ഞത്. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 13,465 രൂപയും പവന് 480 രൂപ കുറഞ്ഞ് 1,07,720 രൂപയിലുമായിരുന്നു വ്യാപാരം രാവിലെ പുരോഗമിച്ചത്. എന്നാൽ ഉച്ചയ്ക്ക് 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 215 രൂപ കുറഞ്ഞ് 13,250 രൂപയും പവന് 1,720 രൂപ കുറഞ്ഞ് 1,06,000 രൂപയിലുമാണ് വ്യാപാരം പിന്നീട് പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.